ഹായ് മക്കളെ, നമസ്കാരം. നമ്മുടെ 9ാം ക്ലാസ്സിൻ്റെ അടിസ്ഥാന പാഠാവലി പരീക്ഷ വരാൻ പോകുന്നു. ആ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളെ നമ്മളൊന്ന് പരിശോധിക്കുന്ന സെക്ഷനാണ്. നമുക്ക് നോക്കാം. നമ്മുടെ പരീക്ഷയുടെ ഇതുവരെ കഴിഞ്ഞ പരീക്ഷയുടെ ഒരു നിലവാരം വെച്ച് നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നിരിക്കുന്നത് നമ്മുടെ ക്രിസ്മസ് പരീക്ഷയ്ക്ക് ശേഷമുള്ള ഭാഗങ്ങളിൽ നിന്നാണ്. ആ ഭാഗങ്ങളിൽ നിന്നാണ് കൂടുതൽ പ്രയോറിറ്റി കൊടുത്ത് ഇതിനകത്ത് എന്ത് ചെയ്തിരിക്കുന്നത്, ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ, പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ആ ചോദ്യങ്ങൾ എന്ത് ചെയ്യുന്നു, നമ്മൾ സെറ്റാക്കുന്നു. നോക്കുക, ഒത്തിരി ഒന്നും വേണ്ട, കൊറ്റിലൊരിത്തിരി ഒത്താൽ മതിയേ മതി മതി. വരികളുടെ ആശയം കണ്ടെത്തുക. നമ്മുടെ യൂണിറ്റിന്റെ തുടക്കത്തിൽ വരുന്ന ഭാഗമാണ് ഒത്തിരി ഒന്നും വേണ്ട, കൊറ്റിൽ ഒരിത്തിരി ഒത്താൽ മതിയേ മതി. ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രയോഗമാണ്. ഇതിന്റെ ആശയം എഴുതുക എന്നുള്ളൊരു ചോദ്യം പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം. എങ്ങനെ ഉത്തരം എഴുതണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ലൈവ് ക്ലാസ്സിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പരാമർശിക്കുന്നുണ്ട്. അല്പമല്ല ഭുജിക്കുന്നു, കഴുത്തോളം പൂർണ്ണമായിട്ടപ്പുറത്ത് കവിഞ്ഞാലും തൃപ്തിയില്ല ചിലർക്കെല്ലാം. ഫലിതം, സാമൂഹിക വിമർശനം തുടങ്ങിയവ തുള്ളൽ കൃതികളുടെ പ്രധാന സവിശേഷതകളാണ്. സാമൂഹിക വിമർശനം തുള്ളൽ കവിതകളിൽ എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കുക. കുഞ്ചൻ നമ്പ്യാർ തൻ്റെ തുള്ളൽ കൃതികളിലൂടെ സമൂഹത്തിലുള്ള ഏതൊക്കെ തിന്മകൾക്കെതിരെയാണ് ശബ്ദമുയർത്തുന്നത് അത് കൃത്യമായിട്ട് എഴുതി വെക്കേണ്ട സ്ഥലമാണ് ഈ ഉത്തരത്തിനകത്തേക്ക് നിങ്ങൾ കൊണ്ടുവരേണ്ടത്. എന്തെല്ലാം പോയിന്റുകൾ കൊള്ളിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ലൈവ് ക്ലാസ്സിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പറയുന്നുണ്ട്. നോക്കുക, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കിട്ടുമ്മാവൻ എന്ന കഥാപാത്രത്തിന്റെ സവിശേഷതകൾ എഴുതുക. കിട്ടുമ്മാവൻ എന്തായിരുന്നു? അദ്ദേഹത്തിന് പൂർണ്ണമായിട്ട് തീറ്റക്കുതിയെ മാത്രമല്ല, ചില നന്മകൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. അപ്പോൾ അത് മുഴുവൻ നമ്മൾ എന്ത് ചെയ്യണം, സവിശേഷതകളായിട്ട് വിത്ത് ഉദാഹരണ സഹിതം എന്ത് ചെയ്യണം, നമ്മൾ ഉത്തരത്തിനകത്ത് കാണിക്കണം. കിട്ടുമ്മാവൻ എന്ന കഥാപാത്രത്തിന്റെ നിരൂപണം തയ്യാറാക്കുക, അല്ലെങ്കിൽ കഥാപാത്രത്തിന്റെ സവിശേഷതകൾ എന്ത് ചെയ്യും, പരീക്ഷയ്ക്ക് ചോദിക്കുന്ന സമയത്ത് മക്കൾ ഉത്തരം എന്ത് ചെയ്ത് നോക്കുക, സെറ്റാക്കി വെച്ചോളുക. ദെൻ നെക്സ്റ്റ്, ബുദ്ധിശക്തിയിലും ഭരണ നൈപുണ്യയിലും ലിംഗവ്യത്യാസം ഇല്ലെന്ന് ദയ എന്ന് പറയുന്ന കഥാപാത്രത്തിലൂടെ നമ്മൾ മനസ്സിലാക്കി. പിന്നെ എന്തുകൊണ്ടാണ് അവൾക്ക് വേഷപ്പകർച്ച നടത്തേണ്ടി വന്നത്? ഇക്കാലത്തായിരുന്നെങ്കിൽ സ്വന്തം കഴിവുകൾ പ്രകടിപ്പിക്കാൻ ദയക്ക് വേഷം മാറേണ്ടി വരുമായിരുന്നോ? സ്വന്തം അഭിപ്രായ കുറിപ്പ് തയ്യാറാക്കുക. എന്തുകൊണ്ടായിരുന്നു ദയക്ക് വേഷം മാറേണ്ടി വന്നത് ആ കാലഘട്ടത്തിൽ? അപ്പോൾ ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്ത് ചെയ്യണം, നമ്മൾ കൃത്യമായിട്ട് ചൂണ്ടിക്കാണിക്കണം. ഇനി ഈ കാലഘട്ടത്തിലാണെങ്കിൽ ദയക്ക് ഇങ്ങനെ ഒരു പ്രവർത്തനത്തിലേക്ക് ഏർപ്പെടേണ്ടി വരുമായിരുന്നോ? ദെൻ നെക്സ്റ്റ്, കിട്ടുമ്മാവൻ, ഇത് നമ്മൾ പറഞ്ഞതാണ്. കഴിഞ്ഞ 1/4 നൂറ്റാണ്ടിനിടെ മലയാളിയുടെ ഭക്ഷണ സംസ്കാരത്തിൽ കാതലായ മാറ്റം ഉണ്ടായി, ഒരു പോയിന്റ്. ദെൻ പുതുതലമുറ പുതിയ ഭക്ഷണ പദാർത്ഥങ്ങളിൽ താല്പര്യം കാണിക്കുന്നു, അടുത്ത പോയിന്റ്. ഇന്നത്തെ പല ഭക്ഷണ പദാർത്ഥങ്ങളും രോഗത്തെ ക്ഷണിച്ചു വരുത്തുന്നു. നൽകിയിരിക്കുന്ന സൂചനകൾ കൂടി പരിഗണിച്ച് മലയാളികളുടെ മാറുന്ന ഭക്ഷണശീലങ്ങൾ എന്ന വിഷയത്തിൽ മുഖപ്രസംഗം തയ്യാറാക്കുക. മുഖപ്രസംഗം എന്ന് പറഞ്ഞാലും എഡിറ്റോറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരേ സാധനമാണ്. പത്രത്തിന്റെ എഡിറ്റർ പൊതുജനങ്ങളോട് എഡിറ്ററുടെ ഭാഗത്തുനിന്ന് പറയേണ്ട ചില കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ആനുകാലിക പ്രാധാന്യമുള്ള വിഷയങ്ങളായിരിക്കും എന്ത് ചെയ്യുക, അവിടെ ചർച്ച ചെയ്യപ്പെടുക. അപ്പോൾ കൃത്യമായിട്ടുള്ള ഹെഡിങ്, ഇവിടെ ഹെഡിങ് നമുക്ക് തന്നിട്ടുണ്ട്, മലയാളികളുടെ മാറുന്ന ഭക്ഷണശീലങ്ങൾ. എന്നിട്ട് പാരഗ്രാഫ് തിരിച്ച് എന്ത് ചെയ്യുക, കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങളും കാര്യങ്ങളും എന്ത് ചെയ്യുക, അതിനകത്ത് പറയുക. ഇതാണ് എഡിറ്റോറിയൽ അല്ലെങ്കിൽ മുഖപ്രസംഗം. എഴുതേണ്ട ഫോർമാറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ലൈവിൽ ചെയ്യുന്നുണ്ട്, നോക്കിക്കൊള്ളുക. ദെൻ നെക്സ്റ്റ്, ശാന്തി നികേതനിലെ വിദ്യാഭ്യാസ രീതികളുടെ സവിശേഷതകൾ എന്തെല്ലാമായിരുന്നു? ശാന്തി നികേതനിലെ വിദ്യാഭ്യാസ രീതികളുടെ സവിശേഷതകൾ എന്തെല്ലാമായിരുന്നു? സെറ്റാണല്ലോ. എനിക്കൊന്നും അറിയില്ല എന്ന തിരിച്ചറിവാണ് ഏറ്റവും വലിയ ജ്ഞാനം. ആര് പറഞ്ഞതാണ്? സോക്രട്ടീസ് പറഞ്ഞതാണ്. അറിവില്ലായ്മയുടെ ഭാരക്കുറവിൽ അത് പറക്കുന്നു. ആരുടെ അഭിപ്രായം? വീരാൻകുട്ടിയുടെ അഭിപ്രായം. സോക്രട്ടീസിന്റെ വാക്കുകളും കവിതാഭാഗവും താരതമ്യം ചെയ്യുക. വീരാൻകുട്ടി അറിവില്ലായ്മയുടെ ഭാരക്കുറവിൽ അപ്പൂപ്പൻ താടി പറക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. എല്ലാം അറിയുന്നവൻ എന്ന് നടിക്കുന്നത് അഹങ്കാരത്തിന്റെ ഭാഗമാണ്. അറിവില്ലാത്തവനായിട്ട് ജീവിക്കുക എന്ന് പറയുന്ന സാധനം ഒന്നും അറിയില്ല, ഇനിയും എനിക്ക് പഠിക്കാനുണ്ട് എന്നുള്ള അറിവാണെന്ത് ഒരു യഥാർത്ഥ അറിവ് എന്ന് പറയുന്നത് എന്ന് സോക്രട്ടീസ് എന്ത് ചെയ്തിട്ടുണ്ട്, സൂചിപ്പിച്ചിട്ടുണ്ട്. സെറ്റാണല്ലോ. സ്മാരകത്തിലെ അപ്പൂപ്പൻ താടിയെയും വിജയലക്ഷ്മിയുടെ ഉറുമ്പുകളെയും താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. രണ്ടുപേരും ചെറുതുകളുടെ, ഒന്നുമല്ലാത്തതിന്റെ, ലോകത്ത് ഒന്നുമല്ലാതായി തീരുന്നതിന്റെ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചെറുതുകളുടെ അതിജീവനത്തെ കുറിച്ചാണ് എന്ത് ചെയ്തത്, നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചത്. അപ്പോൾ സ്മാരകത്തിലെ അപ്പൂപ്പൻ താടിയെ കുറിച്ച് സൂചിപ്പിക്കണം. വിജയലക്ഷ്മി എന്ന എഴുത്തുകാരിയുടെ ഉറുമ്പുകളെ കുറിച്ചുള്ള വംശം എന്ന പാഠഭാഗത്തിന് എന്ത് ചെയ്യണം, നമ്മൾ ഇതിനകത്തേക്ക് സെറ്റാക്കിയേക്കണം.
സെറ്റാണല്ലോ മക്കളെ? ഇത്രയും ചോദ്യങ്ങളുടെ ഉത്തരങ്ങളും എന്ത് ചെയ്യുക, നിങ്ങൾ സെറ്റാക്കിയിട്ട് പരീക്ഷയ്ക്ക് പോവുക. ചോദ്യപേപ്പറിൽ കാണുന്ന സമയത്ത് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് എഴുതിക്കൊള്ളുക. ഇനി ഇതിന്റെ ഉത്തരങ്ങൾ കൂടി നിങ്ങൾക്ക് കിട്ടണമെന്നുള്ള കാര്യത്തിനാണെങ്കിൽ ലൈവ് ക്ലാസ്സിനകത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പരിശോധന നടത്തുന്നുണ്ട്. എല്ലാവരും വൈകിട്ട് 7:15 ലൈവ് ക്ലാസ്സിലേക്ക് എത്തിച്ചേരുക. ഓക്കെ, താങ്ക് യു.